നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിലധികമായി സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ലതും അനുഗ്രഹമേറിയതായ വിലപ്പെട്ട നല്ല ദിവസത്തിന്റെ ഈ പരിശുദ്ധ പകൽക്കാലം പരമപിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുവാനും സ്തുതിപ്പാനും ഈ വിശുദ്ധ ദിവസത്തിൽ ഈ വിശുദ്ധ ശുശ്രൂഷകൾ നിർവഹിപ്പാനും പിതാവായ ദൈവത്താൽ ഞങ്ങൾക്ക് ലഭ്യമായ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അല്പസമയം അങ്ങയുടെ വചനത്തിന് കീഴിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇടയാക്കി. പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവരെയും, കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷ കർത്താവിന്റെ ദാസനെയും കുടുംബമായി സമർപ്പിക്കുന്നു. അടിയങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവാലയത്തിനുള്ളിലായിരിക്കുന്ന അടിയങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വചനത്താൽ ഞങ്ങൾ പ്രാപിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ, ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. അടിയനെ ബലപ്പെടുത്തണമേ വചനം സംസാരിപ്പാൻ. അടിയന്റെ വായുടെ നാവോടും കൂടെ ഇരുന്ന് അങ്ങയുടെ ശബ്ദം കേൾപ്പിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. സ്വർഗീയ ശക്തി തന്ന് അടിയനെ ഇന്നയോളം നിർത്തിയല്ലോ. ജഡം ബലഹീനമെങ്കിലും ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത കരങ്ങൾ വായിക്കാൻ അങ്ങ് തരുന്ന എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം. തിരുക്കരങ്ങൾ അവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവപാദപീഠം ഒരുമിച്ച് നിൽപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയത് ഒരു വലിയ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ രാത്രികാലം കണ്ട അനേകർക്ക് ഈ പകൽക്കാലം കാണുവാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് എത്രയോ പേർ മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കി. എല്ലാം ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ താല്പര്യത്തിനൊത്തവണ്ണം നടക്കുന്ന സംഭവങ്ങളും ആകുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ആദിഫല പെരുന്നാളിനോട് അനുബന്ധിച്ചാണ്. ഇന്നലെ ദൈവവചനങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോഴൊക്കെ അത് എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതിന് എന്തൊക്കെയാണ് ആത്മീയമായ പ്രയോജനങ്ങൾ ലഭ്യമായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നാം വിലയിരുത്തേണ്ടതായിട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവദാസന്മാരോട് കേട്ടു എന്നുള്ളതല്ല, കേട്ടത് എത്രത്തോളം നമുക്ക് പ്രയോജനപ്രദമായി എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന, മാറ്റം മറിച്ചിലുകൾക്ക് വിധേയമാക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് കേട്ട വചനങ്ങളൊന്നും നഷ്ടമായി കളയാതെ നമുക്ക് അത് പ്രയോജനകരമായി തീരാൻ അതിനെക്കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തിരുവചന ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നാം വായിച്ച വേദഭാഗം അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട്
യേശുവിന്റെ ശിഷ്യനായിരുന്ന യോഹന്നാനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതായ വസ്തുതകളെയാണ് നാം ഈ പുസ്തകങ്ങളിൽ ഉടനീളം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഏതാണ്ട് കുറെ കാര്യങ്ങളൊക്കെ നാം ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കുവാനായിട്ട് അത് സാധിച്ചിട്ടുണ്ട്. ഇന്നലെയും നാം ശക്തമായി കർത്താവിന്റെ ദാസനിലൂടെ അപ്രകാരമുള്ള തിരുവചനങ്ങൾ ശ്രവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില തിരുവചന ഭാഗങ്ങളാണ്. നാം ഇവിടെ വായിച്ച ഈ വേദഭാഗം ഏഷ്യയിലുണ്ടായിരുന്ന, ആസിയയിലുണ്ടായിരുന്ന 7 സഭകൾക്ക് നൽകിയിരിക്കുന്ന ദൂതുകളാണ് നാം ഈ 2-ാം അധ്യായം മുതൽ കാണുന്ന 7 സഭകൾക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, 7 സഭകൾ എന്ന് പറയുന്നത് കേവലം 7 സഭകളെ മാത്രം ഉദ്ദേശിച്ചല്ല. 7 എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. അതിന് ഒരു പൂർണ്ണത എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7 സഭകൾ എന്ന് പറയുന്നത് ഇന്നുവരെയും ഉണ്ടായിട്ടുള്ള, ലോകത്തെവിടെയും ഉണ്ടായിട്ടുള്ള സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ 7 സഭകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 7 സഭകൾക്കും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നൽകിയ വെളിപ്പാട് 7 സഭകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് സാർവത്രികമായി ഇന്നുവരെയും നിലവിലുള്ള എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൂതുകളാണ്, വെളിപ്പാടുകളാണ് എന്നാണ് നാം ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് കടന്ന് പോകേണ്ടതായിട്ടിരിക്കുകയാണ്. നാം വായിച്ചത് ലവോദിക്യ സഭയിലെ ദൂതന്, അല്ലെങ്കിൽ ആ സഭയ്ക്ക് നൽകിയ ദൂതാണ്. അതിന്റെ ഒരു ഭാഗമാണ് നാം വായിക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെ ശേഷമുള്ള 6 സഭകൾ, 6 സഭകളോടും നമ്മുടെ കർത്താവ് വളരെ ശക്തമായി ദൂത് പറയുന്നുണ്ട്. ഈ സഭകളെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ആ സഭകൾക്ക് കൊടുത്തിരിക്കുന്ന ദൂതുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതെല്ലാം ഓരോ സ്ഥല സഭകളാണ്. പുന്നപ്ര സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഒരു പ്രാദേശിക സഭ എന്നതുപോലെ ഏഷ്യയിൽ ആദ്യ നൂറ്റാണ്ടിൽ ഉടലെടുത്ത, അപ്പോസ്തലന്മാരാൽ ഉടലെടുത്ത സഭകളാണ് ഈ 7 സഭകൾ. അവയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നാം ഇന്നും അനുവർത്തിക്കേണ്ടതായിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകളെ, ആലോചനകളെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. നാം 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചത് ഇങ്ങനെയാണല്ലോ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാധകമല്ല എന്നല്ല അതിന്റെ അർത്ഥം. വേദപുസ്തകത്തിൽ ആദ്യോടന്തം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെല്ലാം എല്ലാ ദൈവമക്കൾക്കും കാലഭേദമന്യേ, സ്ഥലകാലഭേദമന്യേ അവർക്കെല്ലാം ആവശ്യമായിരിക്കുന്ന സംഗതിയായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യ സഭ, എഫെസ്യ സഭ, അങ്ങനെ കൊലോസ്യ സഭ, ഫിലിപ്പിയ സഭ, ഇതെല്ലാം ഓരോ പ്രാദേശിക സഭകളാണ്. അവയ്ക്കെല്ലാം നമ്മുടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കത്തുകളാണ്, ലേഖനങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് കേവലം അത് അങ്ങനെ ഒരു ലേഖനമായിട്ട് എഴുതി എന്നുള്ളത് കൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ ഈ പുസ്തകം. ഇത് മനുഷ്യ വിചരിതമല്ല. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ ഭക്തന്മാരാൽ രചിക്കപ്പെട്ടതായിരിക്കുന്ന പുസ്തകമാണ്.
ഇതൊരു കേവലം ഒരു കഥാ പുസ്തകമല്ല, കേവലം ഒരു ചരിത്ര പുസ്തകമല്ല, എന്നാൽ ലോക ചരിത്രവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ സവിശേഷത ഏതയാണ്? ഇതിനെ ഡിവൈൻ ലൈബ്രറി എന്നാണ് പറയുന്നത്. ഞാൻ പുസ്തകത്തിന്റെ പ്രത്യേകതകളിലേക്കൊന്നും കടന്നു പോകുന്നില്ല, നമുക്ക് സമയം ലഭ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ പുസ്തകത്തിൽ 7 സഭകൾക്ക്, ആസിയയിലെ 7 സഭകൾക്ക് യോഹന്നാൻ എഴുതുകയാണ്. നാം അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ വായിച്ചതാണ്. നമുക്കിനി അതിന്റെ 9-ാം വാക്യം മുതൽ യോഹന്നാനെ ഒന്ന് പരിചയപ്പെടാം. വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സഹോദരനും, എല്ലാ ക്രൈസ്തവ സഭയിലും ദൈവമക്കളെ ഉദ്ദേശിച്ചാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് 2-3 വിശേഷണങ്ങൾ അവിടെയുണ്ട്. ഒന്ന് നാം വായിക്കുന്നത് നിങ്ങളുടെ സഹോദരനാണ്, നമ്മുടെ സഹോദരനാണ്, ക്രിസ്തുവിൽ നമ്മുടെ സഹോദരനാണ് യോഹന്നാൻ. പിന്നെ നാം വായിക്കുന്നത് യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായിരുന്നവൻ, ഒരു യഥാർത്ഥ ശിഷ്യൻ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ. അവന്റെ പ്രത്യേകതയാണ് യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുക എന്നുള്ളത്. ശകലം പ്രയാസമുള്ള കാര്യം. നമുക്ക് മറ്റാരുടെ വേണമെങ്കിലും കൂട്ടാളിയാകാം, മറ്റു പലരുടെയും അനുചരന്മാരാകാൻ നമുക്ക് കഴിയും പെട്ടെന്ന്. പക്ഷേ യേശുവിന്റെ കൂട്ടാളിയാകാൻ, യേശുവിന്റെ അനുചരനാകാൻ, യേശുവിനെ അനുഗമിക്കുന്നവനാകാൻ, യേശുവിന്റെ ശിഷ്യനാകാൻ അല്പം പ്രയാസകരമായ കാര്യം. യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുക. യോഹന്നാൻ അത് പറയണമെങ്കിൽ എന്തോ ഒരു സംഭവം നമുക്ക് സുവിശേഷത്തിൽ കാണാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, ഇത് യോഹന്നാനെ കുറിച്ചാണ്. അപ്പുറം വായിക്കുമ്പോൾ, മുമ്പോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. യേശുവിന്റെ ക്രൂശീകരണം, നമ്മളതൊക്കെ ഇനിയും ധ്യാനിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു, അവനെ ഒരു രക്താംബരം ധരിപ്പിച്ചു, അവന്റെ തലയിൽ ഒരു മുൾക്കിരീടവും വെച്ചു. തീർന്നില്ല, ഒരു വലിയ മരക്കുരിശ് യേശുവിന്റെ ചുമലിലും കൊടുത്തു. യേശുവിനെ ഗോൽഗോഥ എന്ന ഉയർന്ന പ്രദേശത്തേക്ക്, തലയോടിടമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് യേശുവിനെ കൊണ്ടുപോവുകയാണ്. ഈ യാത്രയുടെ വിവരണമൊക്കെ നമുക്ക് 4 സുവിശേഷങ്ങളിലും നാം ഒന്ന് അകമഴിഞ്ഞൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ കണ്ണ് നിറയും. യേശു ഈ കുരിശും ചുമന്ന് തലയിൽ മുൾക്കിരീടവും ധരിച്ച് റോമൻ പട്ടാളക്കാരുടെ ചാട്ടവാറിന്റെ അടിയേറ്റ് ക്ഷീണിതനായി പലപ്പോഴും ഈ കുരിശുമായി അവൻ നിലത്തു വീണിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ ചുറ്റുപാടുമുണ്ട്. യേശുവിന്റെ ചുറ്റുപാടും വലിയൊരു ജനക്കൂട്ടമുണ്ട്. അക്കൂട്ടത്തിൽ രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ട്, കുരുട്ടുകണ്ണുകൾ ക്രിസ്തുവിനാൽ തുറക്കപ്പെട്ട അനുഭവത്തിലുള്ളവരുണ്ട്, കുഷ്ഠരോഗം സൗഖ്യമായവരുണ്ട്, മുടന്തന്മാർ സൗഖ്യമായവർ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ധാരാളം പേർ ഈ പുരുഷാരത്തോട് കൂടെയുണ്ട്.
പക്ഷേ യേശു ഈ കുരിശുമായി തളർന്നു വീഴുമ്പോൾ ആ കുരിശിന്റെ ഒരറ്റം താങ്ങാൻ ആരെയും അവിടെ കാണുന്നില്ല. എല്ലാവരും അകലം വിട്ട് അകലം മാറി നിൽക്കുകയാണ്. ചിലരൊക്കെ ദൂരത്തു മാറി നിന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ കുരിശും ചുമന്ന യേശു സുഗമമല്ലാത്ത, ഒരു സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ യേശു മുൻപോട്ട് നടക്കുകയാണ്. നടക്കുമ്പോഴൊക്കെ അവൻ ഇടറി വീഴുന്നുണ്ട്. വീഴുമ്പോൾ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടതിന് പകരം ചാട്ടവാർ കൊണ്ട് അവനെ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ അടിയേറ്റ് അവൻ വീണ്ടും ആ കുരിശ് തനിയെ ചുമലിലേറ്റി മുൻപോട്ട് പോവുകയാണ്. കുറെ ദൂരം ചെന്നപ്പോ ഒരു മനുഷ്യൻ ഈ കുരിശിനെയും നോക്കി, അവൻ ആർദ്രതയോടെ നോക്കി. അവിടെ യേശുവിന്റെ ഏതാണ്ട് സമീപത്ത് മറ്റുള്ളവരെക്കാൾ കുറെ കൂടെ യേശുവിന്റെ അരികിൽ ഒരുവൻ നിൽക്കുകയും, അവന്റെ പേരാണ് കുറേനക്കാരനായ ശിമോൻ. ഇവന്റെ ഈ നോട്ടം നിപ്പൊക്കെ കണ്ടപ്പോ റോമൻ പട്ടാളക്കാർക്കൊരു കൗതുകം. എന്നാ പിന്നെ ഇത്രയും ദൂരം അവൻ യേശു ചുമന്ന് ക്ഷീണിച്ചില്ല, ഇവനെ കൊണ്ടങ്ങ് ചുമപ്പിച്ചേക്കാം. പട്ടാളക്കാർ ശിമോനെ പിടിച്ച് യേശുവിന്റെ കുരിശ് ശിമോന്റെ തോളിലേക്ക് എടുത്തു വെച്ചു. ശിമോന്റെ ചുമലിലേക്ക് ആ കുരിശെടുത്ത് വെക്കുമ്പോൾ കൂടി നോക്കിക്കണ്ട് നിന്നവർക്കും എന്ത് തോന്നി കാണും? ഇവൻ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോന്ന്. അവൻ അവിടെ നിൽക്കണമായിരുന്നു, ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നങ്ങ് നിന്നാ പോരെ എന്ന് പലരും പരസ്പരം പറഞ്ഞില്ലെങ്കിലും അകത്തും പറഞ്ഞു കാണും. യാതൊരു വെറുപ്പും കൂടാതെ, യാതൊരു തടസ്സവും കൂടാതെ ശിമോൻ തന്റെ ഇരു കരവും കൊണ്ട് ആ കുരിശിനെ താങ്ങി തന്റെ തോളിലേറ്റി. എന്റെ ഭാവനയിൽ യേശു അവനെ ഒന്ന് നോക്കിക്കാണും. ശിമോനും യേശുവിനെ ഒന്ന് നോക്കിക്കാണും. ശിമോൻ ആ നോട്ടത്തിൽ പറഞ്ഞത്, ഇത് ഞാൻ ചുമന്നോളാം, ഇനി ഞാനിത് ചുമന്നോളാം, എനിക്ക് വേണ്ടി അത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റിയാൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ശിമോനെ പോലെ യേശുവിന്റെ കുരിശു ചുമക്കാൻ മനസ്സുള്ളവനായി യേശുവിന്റെ അരികിലേക്കൊന്ന് വന്നു നിന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാൻ അതിനപ്പുറം ഒന്നും വേണ്ട. റോമാലേഖനത്തിൽ രൂഫോസിനെ കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ഈ ശിമോന്റെ രണ്ടു മക്കൾ, അവർ അവൻ കർത്താവിൽ പ്രസിദ്ധരായി എന്ന് നാം വായിക്കുന്നത് അല്ലേ? രൂഫോസും അലക്സാണ്ടറും. പക്ഷേ അവനും അവന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. എന്ന് മനുഷ്യൻ ഓടി നടക്കുമല്ലേ അല്ലേ? നമ്മളൊക്കെ നെട്ടോട്ടം ഓടുകല്ലേ? അനുഗ്രഹം വേണം, ആരെ കണ്ടാലും കൈവച്ച് പ്രാർത്ഥിക്കണം, ആരോടും പ്രാർത്ഥനാ വിഷയം പറഞ്ഞു നടക്കുന്നവർ. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ഒന്നും പറയണ്ട. യേശുവിന്റെ കുരിശ് ചുമക്കാൻ മനസ്സാൽ നീ ഒന്ന് ആഗ്രഹിച്ചാ മതി. ആമേൻ. നീ യേശുവിന്റെ കുരിശ് തന്റെ തോളിലേക്ക് ഉയർത്തുമ്പോൾ എന്റെ ദൈവം അവൻ വാനോളം നിന്നെ, നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും അനുഗ്രഹിപ്പാൻ അത് മതിയാകുമെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ ദൂരെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ യേശു ആ മലയുടെ മുകളിൽ കുരിശിൽ മൂന്നാണിയിൽ തൂങ്ങി കിടക്കുകയാണ്. ഞാൻ ആ രൂപവർണ്ണനകളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരും കുറെ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. ഓരോരുത്തരായിട്ട് ഈ കൂടി നിന്ന ആൾക്കാരെല്ലാം പിരിഞ്ഞുപോയി. എല്ലാവരും പിരിഞ്ഞുപോയി. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ചത് ഇതിലും അപ്പുറമായിരുന്നു എന്നാണ്. ഇവനീ കുരിശിൽ നോക്കെ തനിയെ ഇറങ്ങി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വന്ന് നിന്നവരാ. പക്ഷേ അവരുടെ പ്രതീക്ഷകളൊക്കെ നേരം വൈകിയതുപോലെ പ്രതീക്ഷകൾക്കും അതെ മങ്ങലേറ്റവരായി അവിടെ നിന്ന് മടങ്ങി. ഇന്ന് പകൽക്കാലം
പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റവരായിട്ട് ആരെങ്കിലും ഇന്ന് ദൈവാലയത്തിൽ, ദൈവപാദപീഠത്തിൽ നീ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ കുരിശിനെ നീ കാണ്. ആ യേശുവിന്റെ കുരിശ് നിന്റെ ചുമലിലേക്കൊന്ന് വെക്കാൻ നീ തയ്യാറാക്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് നിന്റെ അനുഗ്രഹത്തിന് അതേ കാരണമാകും. മങ്ങലേറ്റ പ്രത്യാശയ്ക്ക് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രകാശം നൽകി നിന്നെ ആമേൻ പ്രശോഭിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് കയറിയ കുരിശ. വേറെ പല കുരിശുമുണ്ട്, ആ കുരിശല്ല കേട്ടോ. അപ്പൊ കുരിശ് അങ്ങനെയാണ് നമുക്ക് നന്മയായി തീരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ കുരിശിന്റെ ചുവട്ടിൽ എല്ലാവരും വിട്ടകന്നു മാറിയപ്പോൾ, ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചപ്പോൾ, ചിലരൊക്കെ മാറി നിന്ന് മാറത്തടിച്ചതല്ലാതെ, സഹതപിച്ചതല്ലാതെ അടുത്തു വരാൻ ആർക്കും കഴിയാതെ ഇരുന്നപ്പോ, എല്ലാവരും അകന്ന് മാറിപ്പോയപ്പോൾ, ഈ കുരിശിന്റെ ചുവട്ടിൽ ആ നേരം വൈകാറായ നിമിഷങ്ങളിൽ 5 പേരെ മാത്രം കാണാം. അവർക്ക് പറയുന്ന പേരാണ് സഭ. പ്രൈസ് ദി ലോർഡ്. സഭ പലതുമുണ്ട് ഭൂമിയുടെ മുകൾ പരപ്പിൽ, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സഭയെന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടത്തിന് സഭയെന്ന് പറയാം. പക്ഷേ ക്രിസ്തു സഭ എന്ന് പറയുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർക്കുക, ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 5 പേരിൽ ഒരാളാണ് യോഹന്നാൻ. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും കൂട്ടാളിയായവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായ മാത്രം പോരാ, ഏതെങ്കിലും ഒരു സഭയിൽ വെച്ച് കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, ജനിക്കുന്ന കുഞ്ഞിനെ സ്നാനം കഴിപ്പിച്ചാൽ മാത്രം പോരാ, സഭയുടെ കൈക്കാരന്മാരോ കമ്മിറ്റിക്കാരോ സെക്രട്ടറിയോ ആയാൽ മാത്രം പോരാ, ഗായക സംഘമായാലും മാത്രം പോരാ, ഉപദേശിയും അച്ഛനും തിരുമേനി ആയാലും മാത്രം പോരാ. യേശുവിന്റെ കുരിശിന്റെ, യേശുവിന്റെ ആമേൻ കഷ്ടതയുടെ കൂട്ടാളിയാകണം. ക്രിസ്തുവിന്റെ കഷ്ടതയുടെ കൂട്ടാളിയാകാൻ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ ആമേൻ ഊർന്നിറങ്ങിയ യേശുവിന്റെ ശരീരത്തിലെ രക്തം വീണ് ആമേൻ കുതിർന്ന മണ്ണിൽ ചവിട്ട് നിൽക്കുന്ന യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ ചോര വീണാലും, അവിടെ നിൽക്കാനൊന്നും വലിയ അനുമതി ഉണ്ടായിട്ടില്ല, എന്റെ ചോര വീണാലും ഞാൻ ഈ കുരിശിന്റെ ചുവട്ടിലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഷ്ടതയുടെ ആമേൻ കൂട്ടാളിയാകാൻ നമുക്ക് കഴിയണം. എന്നിട്ട് പറയുന്നു, അവന്റെ കഷ്ടതയിലും രാജ്യത്തിലും, യേശുവിന്റെ രാജ്യം, വരുവാനിരിക്കുന്ന രാജ്യം, ഭാവി പ്രത്യാശ, ആ രാജ്യത്തിലും, പിന്നെ സഹിഷ്ണുതയിലും കൂട്ടാളി. സഹിക്കാൻ കഴിയണം. യോഹന്നാൻ 1-ാം നൂറ്റാണ്ടിൽ റോമൻ ഗവൺമെന്റ് ഭരിച്ചിരുന്ന ചക്രവർത്തിമാരാൽ അപ്പോസ്തലന്മാർക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, അവൻ സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. പ്രൈസ് ദി ലോർഡ്. മൃഗത്തിന്റെ പച്ചത്തുകലിൽ മനുഷ്യനെ പൊതിഞ്ഞുകെട്ടി പൊരിവയിലെത്തിട്ട് ആ കഷ്ടത സഹിച്ച ദൈവഭക്തന്മാരുണ്ട്. സിംഹത്തിന്റെ മുൻപിലേക്ക്, വിശന്നു പൊരിഞ്ഞു കിടക്കുന്ന സിംഹത്തിന്റെ മുൻപിലേക്ക് ആമേൻ വലിച്ചെറിയപ്പെട്ട ദൈവഭക്തന്മാരുണ്ട്. വാൾമുന കൊണ്ട് ശരീരമെല്ലാം വരഞ്ഞ് വരഞ്ഞ് വേദനിപ്പിച്ച് കഷ്ടം സഹിച്ച ഭക്തന്മാരുണ്ട്. യോഹന്നാൻ പറയുന്നു, അവന്റെ കഷ്ടതയിലും ഞാൻ കൂട്ടാളിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കഷ്ടതയേക്കാൾ മറ്റൊരു കഷ്ടതയും അവർക്കുണ്ടായിട്ടില്ല. അവന്റെ കഷ്ടതയുടെ കൂട്ടാളി. ഇതാണ് യഥാർത്ഥ അപ്പോസ്തലൻ, ഇതാണ് യഥാർത്ഥ ദൈവഭക്തൻ, ദൈവദാസൻ. കഷ്ടതയിലും, യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ
അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചത് ഗവൺമെന്റിന്, ആ സമൂഹത്തിന് അത്ര പിടിക്കുന്നതായിരുന്നില്ല. അവന്റെ സാക്ഷ്യം, യോഹന്നാൻ യേശുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു എന്ന്. ഇങ്ങനെ എണ്ണയും മുക്കിയിട്ട് ചാകാത്തവനെ, തടവറയിലിട്ട് പട്ടിണിക്കിട്ടിട്ടും ചാകാത്തവനെ എങ്ങനേലും പോയി ചത്തോട്ടെ എന്നും പറഞ്ഞ് യോഹന്നാനെ കൊണ്ട് തള്ളിയ സ്ഥലത്തിന്റെ പേരാ പത്മോസ് ദ്വീപ്. ആ നൂറ്റാണ്ടിൽ ഈ ദ്വീപ സമൂഹം, അവിടെ മനുഷ്യവാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അത് ഇന്നത്തെ ചരിത്രം. അങ്ങനെ ആയിരുന്ന ഇടത്തേക്ക് യോഹന്നാൻ തള്ളപ്പെട്ടു. യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായവൻ, അവന്റെ വചനവും സാക്ഷ്യവും പറഞ്ഞു നടന്നവൻ, യേശുവിൽ കഷ്ടം സഹിക്കാൻ അവന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ഉപദ്രവം ഏൽക്കേണ്ടി വന്നാലും, മറ്റുള്ളവർ തള്ളിക്കളയേണ്ടി വന്നാലും, സ്തോത്രം, ഉറച്ചു നിൽപ്പാൻ പ്രത്യാശയും പ്രതീക്ഷയുമുള്ള ദൈവമക്കളായി മാറുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടിരിക്കുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇത് പത്രോസിന്റെ ഒരു അനുഭവമുണ്ട്. അപ്പോസ്തലനായ പൗലോസിനും അങ്ങനെ ഒരു അനുഭവമുണ്ട്. ആത്മവിവശനാകുക. സ്തോത്രം. അവശനായതല്ല, ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെടാൻ തുടങ്ങി. സ്തോത്രം. നീ ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പങ്കാളിയായി ജീവിക്കുമ്പോ, നീ യേശുവിന്റെ വചനവും സാക്ഷ്യ നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ, നീ സങ്കടം സഹിക്കേണ്ടി വരുമ്പോ, നീ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം ഇടപെടുവാൻ സമയമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയെയും സങ്കടങ്ങളെയും ഓർത്ത് പരിതപിച്ച് സഹതപിച്ച് പിറുപിറുത്ത് നാം പിന്മാറി പോവുകയല്ല. നമ്മുടെ കർത്താവ് ഇടപെടുന്ന സമയം അടുത്തു വന്നിരിക്കുകയാ. കഷ്ടതയുടെ നാളുകളിൽ അവൻ നിന്നെ അകറ്റി നിർത്തുന്നവനല്ല. അവൻ തുണയായി നമ്മോട് കൂടെയുള്ളവനാണ്. യോഹന്നാനോട് പറയുകയാണ്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതണം. ഒരു പുസ്തകമായിട്ട് അത് എഴുതാൻ യോഹന്നാനോട് പറയുകയാണ്. എഴുതിയിട്ട് 7 സഭകൾക്കും നീ ഇത് എന്ത് ചെയ്യണം? അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത നാദം, ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാൺമാൻ. കേൾക്കാനല്ലേ ശബ്ദം കേട്ടാ തിരിഞ്ഞു നോക്കും സ്വാഭാവികമായിട്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുക ശബ്ദം എന്തെന്ന് കാൺമാൻ യോഹന്നാൻ. അപ്പൊ ഈ ശബ്ദത്തിന്റെ പിറകിൽ ഒരാളുണ്ട്. ഇതൊരു യാദൃച്ഛികമായ ഒരു കാര്യമല്ല എന്ന് യോഹന്നാന് മനസ്സിലായി. ദൈവവചനം യാദൃച്ഛികമായി വരുന്നതല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്ത് നിന്നോട് സംസാരിക്കണമെന്നുള്ളത് ദൈവ നിയോഗത്തിൻ പ്രകാരമാണ് ദൈവവചനം നമുക്ക് ലഭ്യമാണ്. സ്തോത്രം. അവിടുന്ന് പകൽക്കാലം ഒരു വിടുതലുണ്ട്. സ്തോത്രം. ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം കുടുംബങ്ങളിൽ ഒരു വിടുതലുണ്ടാവട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ ഒരു വിടുതലുണ്ടാവട്ടെ, നമ്മുടെ യുവതലമുറകളിൽ ഒരു വിടുതലുണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാദം എന്തെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കി. ഇന്ന് പകൽക്കാലം ദൈവ വചനത്തിങ്കിലേക്ക്, ദൈവിക ശബ്ദത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. നമ്മൾ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നവരാണ്, അല്ലേ? തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പക്ഷെ യോഹന്നാൻ തിരിഞ്ഞു നോക്കി. വായിച്ചേ. തിരിഞ്ഞപ്പോൾ നമുക്ക് നിന്ന് തിരിയണം, മനം തിരിയണം, മാനസാന്തരപ്പെടണം. പക്ഷേ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം നാം പഠിക്കുമ്പോ യേശു പറയുകയാണ്, സഭയ്ക്ക് മാനസാന്തരം ഉണ്ടാവണം.
സഭയിൽ മാനസാന്തരം ഉണ്ടാകണം. സഭ സഭയെന്ന് പറയുന്നത് ഈ കെട്ടിടമല്ല കേട്ടോ. നമ്മൾ കല്ലും മണ്ണും ഉണ്ടാക്കി പെയിന്റും ഒക്കെ അടിച്ച് അതല്ല സഭ. ഗുരുജന്റെ ചുവട്ട് നിൽക്കുന്നതാ സഭ, അവരാ സഭ. അപ്പം ഈ സഭയിൽ മാനസാന്തരം ഉണ്ടാകണമെന്ന് 4 ചെറുപ്പക്കാരോട് കൂടെ എരിയുന്ന തീച്ചൂള 7 മടങ്ങ് അധികം ചൂട് പിടിപ്പിച്ച തീച്ചൂളയുടെ നടുവിൽ ആമൻ രാജാവ് കാണുകയാണ് മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ. അത് മറ്റാരുമായിരുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇത് യോഹന്നാൻ കാണുന്ന അതിസുന്ദരനായ കോമളനായ ആമൻ പ്രൈസ് ദി ലോർഡ് യേശുവിനെയാണ് അവിടെ യോഹന്നാൻ കാണുന്നത്. സ്തോത്രം. ആ യേശുവിനെ കുറിച്ചുള്ള വർണ്ണനയാണ് നാം അവിടെ വായിക്കുന്നത്. അങ്ങനെ മാർത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. വായിച്ചേ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം വെള്ളയും അഗ്നിജ്വാലയ്ക്കൊത്തതും, കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ദൈവത്തെ സ്തുതിക്കുന്നവർ അങ്ങനെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചു, നമുക്ക് സമയം പോരാ. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്ന് നാം വായിക്കുന്നത്. സ്തോത്രം ആണോ? കർത്താവിന്റെ കഷ്ടതയിൽ സഹിഷ്ണുതയായ ഉള്ളവനും വചനവും സാക്ഷ്യ നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ടവനാണെങ്കിലും അവനെ കണ്ടപ്പോൾ അവൻ കാണേണ്ടവനെ കാണേണ്ടതുപോലെ കാണണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവനെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവനെ ആ നിലയിൽ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്ന് നാം വായിക്കുന്നത്. സ്തോത്രം. യോഹന്നാൻ അവനെ ആരാധിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരാധ്യനായിരിക്കുന്നവനെ യോഹന്നാൻ കണ്ടു. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. കണ്ട് കർത്താവിനെ ആരാധിച്ച് മടങ്ങിപ്പോകാം. ഈ കർത്താവാണ് യോഹന്നാന് ഈ ദൂതുകൾ നൽകുന്നത്. ആമേൻ. 7 സഭകൾക്കുള്ള ദൂത് ഞാൻ ഇനി അധികം വിശദീകരിക്കുന്നില്ല. ഈ കണ്ട യോഹന്നാൻ ആമൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ തന്റെ വലങ്കൈ അവന്റെ മേൽ വെച്ചു എന്നാ വായിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആരാധിച്ച ദൈവമക്കളുടെ മേൽ അവന്റെ വലങ്കരം വീണിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവന്റെ വലങ്കരം ആമൻ യോഹന്നാന്റെ മേൽ വീണു. ആമൻ. യോഹന്നാനോട് പറയുക, ഭയപ്പെടേണ്ട. ആമൻ. സ്തോത്രം. ഈ ദിനങ്ങളിൽ നിങ്ങൾ ഭയപ്പാടോടെ കണ്ടതും കേട്ടതും പ്രൈസ് ദി ലോർഡ് ഓർത്ത് നീ ഭയപ്പെടേണ്ട. ആമൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടിയവന്റെ അരികിലാണ് നീ ആയിരിക്കുന്നത്. നിന്നെ ഭയപ്പെടുത്തുന്ന നിന്റെ രോഗം, നിന്നെ ഭയപ്പെടുത്തുന്ന നിന്റെ സാമ്പത്തിക പ്രശ്നം, നിന്നെ വേദനിപ്പിക്കുന്ന ആമൻ നിന്റെ മക്കളുടെ വഴികൾ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്നെ ഭയപ്പെടുത്തുന്ന എന്തിനേയും പ്രൈസ് ദി ലോർഡ് ഭയപ്പെടാതിരിപ്പാൻ അവൻ നിന്റെ അരികിലുണ്ട്. അവൻ നിന്റെ സമീപത്തുണ്ട്. അവന്റെ വലങ്കരം അവൻ നിന്റെ മേൽ അവൻ വെച്ചിട്ടുണ്ട്. സ്തോത്രം. യോഹന്നാൻ നാം വായിക്കുന്ന വലങ്കരം അവന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. ആമൻ. എന്നാൽ ആമൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നാം ജീവിച്ചിരിക്കുന്ന യേശുവിനെയാണ് ആരാധിക്കുന്നത്. ആമൻ. ഈ യേശുവാണ് യോഹന്നാന് ഈ സഭകൾക്കുള്ള ദൂതുകൾ നൽകിയത്. ആമൻ. ഓരോ സഭകളെയും കുറിച്ച് നാം പഠിക്കുമ്പോൾ ഓരോ സഭകൾക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട്. ആമൻ. സ്തോത്രം. ഒന്നാമത്തെ സഭയായി നാം കാണുന്നത് എഫെസോസ് സഭയാണ്.
2-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ എല്ലാം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമൻ അവിടെ പറയുന്നു, ആമൻ എഫെസോസ് എന്നാൽ അയഞ്ഞ സഭയെന്നാണ്. ആത്മീയമായി അയവ് സംഭവിച്ചത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ വിടുതലിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ആമൻ റോമൻ ഗവൺമെന്റിന്റെ ചെമ്പ് ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് ഇരുമ്പ് വാതിലുകളെയും അതിന്റെ ഓടാമ്പലുകളെയും അറുത്തുമാറ്റി ആമൻ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ച അഭിഷക്തനായ അത് പത്രോസിനെ ആമൻ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ നിന്ന് ആമൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനെ വിടുവിച്ചെടുത്ത് ആമൻ ദൈവജനം പ്രാർത്ഥിച്ചിരുന്ന ഭവനത്തിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുവാൻ ആമൻ പ്രൈസ് ദി ലോർഡ് പത്രോസിന് ഇടവന്നത് ആദ്യ നൂറ്റാണ്ടിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനയാ. എന്നാൽ യേശു പറയുന്നു ഇപ്പോൾ അതില്ല. ആത്മീയമായി അയവ് സംഭവിച്ചിരിക്കുന്നു. അല്ലെ, നമുക്കെല്ലാം ഈ ആത്മീയമായ അയവ് സംഭവിച്ചിട്ടുണ്ട്. യേശു അത് പറഞ്ഞിട്ട് പറയുകയാണ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. സഭയിൽ മാനസാന്തരം ഉണ്ടാവണം. ഇത് ഞാൻ പറഞ്ഞതും ഞാൻ എഴുതി വെച്ചതുമല്ല. സഭയിൽ മാനസാന്തരം ഉണ്ടാവണം. എന്താ പറയുന്നത്? നീ ഏതിൽ നിന്ന് വീണു എന്നോർത്ത് മാനസാന്തരപ്പെടണം. 4-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. കണ്ടോ, നിന്നെ കുറിച്ച് പറയാനുണ്ട്. കുറ്റം പറഞ്ഞാൽ വല്ലവർക്കും ഇഷ്ടപ്പെടും. എന്നാ കുറ്റമാ പറയുന്നത്? എന്തോ കുറ്റമായി പറയുന്നു. നിന്റെ ആദ്യ സ്നേഹം ആമൻ നിനക്ക് ഇപ്പോഴില്ല എന്നാ കുറ്റം. എന്താ ഈ ആദ്യ സ്നേഹം? ഞാൻ പറഞ്ഞില്ലേ, കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുത്ത ദൈവജനം പ്രൈസ് ദി ലോർഡ് എത്രയും കർത്താവിനെ സ്നേഹിച്ചിരുന്നവരെ ഇപ്പൊ ആ സ്നേഹമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു, അല്ലെ? ചിലതിൽ നിന്ന് വീണിട്ടായി കുഴപ്പം മുഴുവൻ. ഇപ്പൊ നിൽക്കുന്നില്ല, അവിടെയല്ല ഇപ്പൊ നിൽക്കുന്നത്, ഇപ്പൊ വേറെ സ്ഥലത്താണ്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇങ്ങനെ ഈ സഭകളോടെല്ലാം പറയുന്നു, നീ മാനസാന്തരപ്പെടണം, നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം. വീട്ടിൽ ചെന്ന് വായിക്കുമല്ലോ, നിങ്ങളത് വായിക്കണം. വിശ്വസ്തത മരണപര്യന്തം വേണം. 3-ാമത്തെ സഭ പെർഗമോസിലെ സഭയോടും പറയുകയാണ്. അതിന്റെ 16-ാം വാക്യം 2:16. ആകയാൽ മാനസാന്തരപ്പെടുക. ആകയാൽ എന്ന് പറയുമ്പോൾ അതിന്റെ പിറകിൽ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് എപ്പോഴെങ്കിലും ഞാൻ വിശദീകരിക്കാൻ സമയം ഇവിടെ ലഭ്യമാണെങ്കിൽ. ആകയാൽ നീ മാനസാന്തരപ്പെടുക. ഇനി അതൊക്കെ വായിച്ചാൽ അല്ലെ, 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. നോക്കിയാൽ എല്ലാം കുറ്റമേ കാണും, അല്ലെ? കർത്താവ് കുറഞ്ഞൊരു കുറ്റം നിന്നോട് പറയാം. അല്പം ലാഘവത്തോടുകൂടിയാണെന്ന് തോന്നുന്നു. കുറഞ്ഞൊരു കുറ്റം നിന്നോട് പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെക്കുന്നവർ സഭയിലുണ്ട്. ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഈ സ്മിർന സഭയിൽ, പെർഗമോസിലെ സഭയിലുണ്ടെന്ന്. പിന്നെ അവണ്ണം നിക്കലാവ്യരുടെ ഉപദേശം, ദുരുപദേശം, അത് അത്ര ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ഇത്രയും പറഞ്ഞിട്ടാണ്. ആകയാൽ നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. അല്ല ഞാൻ വരും കേട്ടോ, വരും. മാനസാന്തരപ്പെട്ട് ദൈവം നോക്കിയിരിക്കുക. മാനസാന്തരപ്പെട്ട സമയം കഴിയുമ്പോൾ ദൈവം വരും. വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കണ്ടോ, ദൈവം പോരാടും. അടുത്ത സഭയിലേക്ക് പോകുന്നു, തുയഥൈര സഭ. ഇതിനുള്ള അർത്ഥങ്ങളുണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ 21-ാം വാക്യത്തിൽ
ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. ഇതാ നീ മാനസാന്തരപ്പെടാനുള്ള സമയം. ചുമ്മാതല്ല 2-3 ദിവസം സുവിശേഷം വെച്ചത് നീ മാനസാന്തരപ്പെടാൻ വേണ്ടി. അത് നീ ഒരുക്കിയതല്ല, അത് ദൈവം ഒരുക്കിയത്. കാരണം നിന്റെ മാനസാന്തരത്തിന്, ഈ സഭയുടെ മാനസാന്തരം കേട്ടോ, മാനസാന്തരപ്പെടാൻ സമയം തന്നിരിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞേച്ചു പോകും. അബ്രഹാം കുഴിച്ച കിണറെല്ലാം വെലുത്തിര് വന്ന് അത് മണ്ണിട്ടതുപോലെ മണ്ണിട്ട് മൂടരുത്. മൂടിയാൽ പുറകെ ഒരുത്തം വരുന്നുണ്ട്, അവനിതെല്ലാം മാന്തി തെളിക്കും. ഇസാഖിന്റെ കാര്യമാണ് പറയുന്നത്. ഇസാഖും വന്ന് കുഴിച്ചു, അപ്പോഴും വന്ന് മൂടി, വെലുത്തിര് വന്ന് മൂടി. ഇസാഖ് പുറകോട്ട് പോയില്ല, വീണ്ടും കുഴിച്ചു. അവന്മാരെല്ലാം വന്ന് കാൽക്കൽ വീണു. കണ്ടോ, മണ്ണിട്ട് മൂടരുത്. ദൈവമക്കളെ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നീ മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സർദീസിലെ സഭയിൽ അവിടെയും മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിലദൽഫിയ സഭയോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടില്ല, കാരണം അത് സഹോദര സ്നേഹമുള്ള സഭയാണ്. അവിടെ വേറെ ചില ഉപദേശങ്ങൾ. നമ്മൾ വായിച്ചത് ലവദോക്യ സഭയിലെ വിശേഷങ്ങളാണ് നാം വായിച്ചത്. അവിടെയാണ് നാം പല കാര്യങ്ങൾ വായിക്കുന്നത്. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചത്. ലവദോക്യ സഭയുടെ ദൂതൻ എഴുതുക, 15-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്ക് ഒരു പ്രവൃത്തിയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിലുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചേ. 16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. നിങ്ങളുടെ നല്ല അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. സഭയ്ക്കുള്ള പ്രവൃത്തി അത് 2 രൂപകങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ രൂപകങ്ങളാണ് ഉപ്പും വെളിച്ചവും. അല്ലേ? ഉപ്പ്, വെളിച്ചം. നിങ്ങളുടെ പ്രവൃത്തി ഉപ്പും വെളിച്ചവും പോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇൻ ദ സെയിം വേ സഭയ്ക്കുള്ള പ്രവൃത്തി ഉപ്പും വെളിച്ചവും പോലെയാണ്. ഉപ്പിന്റെ പ്രവൃത്തി, വെളിച്ചത്തിന്റെ പ്രവൃത്തി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ഉപ്പും വെളിച്ചവും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് ആ പ്രവൃത്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. ആമേൻ. യേശു പറയുകയാണ്, ആമേൻ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. സ്തോത്രം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഈ ദിനങ്ങളിലെ ദൈവവചനം കേട്ടിട്ട് ആമേൻ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ അവൻ നിന്നോടുകൂടെ ആമേൻ അത്താഴം കഴിപ്പാൻ അവൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ഒരു തിരുവത്താഴത്തിന് വേണ്ടി ഒരുങ്ങുക. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഉപ്പും വെളിച്ചവും പോലെ നല്ല പ്രവൃത്തികളെ ആമേൻ നീ സഭയിലും സമൂഹത്തിലും നൽകി ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിനുള്ളവരായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, നീ വാതിൽ തുറക്കണം, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ യേശു നിന്ന് മുട്ടുന്നതിന് തുല്യമാണ്. നീ ഈ വചനത്തിന് വേണ്ടി വാതിൽ തുറന്നാൽ വചനം എന്റെ കർത്താവാണ്. നിന്റെ ഹൃദയത്തിൽ അവൻ പ്രവേശിക്കും. അവൻ നിനക്കുള്ളവനായി, ആമേൻ, നീ അവനുള്ളവനായി തീരുവാൻ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആര് അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കും? ആര് മാനസാന്തരത്തിലേക്ക് ആമേൻ വരുവാനിടയായി തീരും? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്നു, നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു, നിന്നിലൂടെ ജീവിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ഈ സഭയിൽ ആമേൻ കർത്താവിന്റെ പ്രവൃത്തി ആമേൻ അത് തികവോടെ ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ അത് നടപ്പിലാകും. നീ രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ചാൽ അത് നടപ്പിലാകും. ഇല്ലെങ്കിൽ അവൻ വരും, അവന്റെ വാളുമായി അവൻ വരും, അവൻ നിന്നോട് പോരാടും. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അവനായി തുറക്കാം. അതിനായി ദൈവം വചനങ്ങളാൽ നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ.